ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓഗസ്റ്റ് 13 നമ്മളുടെ ഓണം എക്സാം തുടങ്ങുകയാണ്. അപ്പോ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സത്യം പറയും, പരീക്ഷ അടുത്തു, പക്ഷെ ഇതുവരെ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല എന്ന് ഓർത്ത് പേടിച്ചിരിക്കുകയാണോ നിങ്ങൾ? അയ്യോ, സമയമൊക്കെ പോയി, ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കഴിഞ്ഞ പോയ ദിവസങ്ങളിൽ നമ്മൾ സമയം കളഞ്ഞു എന്നത് സത്യമാണ്, അതിനി മാറ്റാൻ പറ്റില്ല. പക്ഷെ ഉണ്ടല്ലോ, ഈ ബാക്കിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പരീക്ഷയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മികച്ച കംബാക്ക് നടത്താൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് ഇന്ന് ഞാൻ പറയുന്ന 4 സിമ്പിൾ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ടിപ്പ് നമ്പർ 1, സ്മാർട്ട് സെലക്ഷൻ. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ചാപ്റ്റർ എടുത്ത് അതിന്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ഓരോ വരിയും വായിക്കാൻ നിന്നാൽ പണി പാളും. നമുക്ക് അതിനുള്ള സമയമില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് 80-20 റൂളാണ്. അതായത് നിങ്ങളുടെ എക്സാമിന്റെ 80% ചോദ്യങ്ങളും വരുന്നത് സിലബസിലെ 20% വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഓണം എക്സാമിന്റെയും മോഡൽ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും സയൻസിലെ പ്രധാനപ്പെട്ട ഡയഗ്രാംസും മാത്സിലെ ഫോർമുലകളും ഒക്കെ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക. ഈ ടോപ്പിക്കുകൾക്ക് 100% മുൻഗണന നൽകി ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കുക. ഇത് നിങ്ങളുടെ പഠനഭാരം പകുതിയായിട്ട് കുറയ്ക്കും. നമ്പർ 2, ബ്ലർട്ടിംഗ് മെത്തേഡ്. നമ്മൾ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. പരീക്ഷ അടുക്കുമ്പോഴും പുസ്തകം നോക്കി വെറുതെ കണ്ണുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കും. ഓ, ഇതെനിക്ക് അറിയാമെന്ന് മനസ്സിനോട് പറയും. പക്ഷെ ഉണ്ടല്ലോ, പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ വായിക്കുന്ന ശീലം നിർത്തി നിങ്ങൾ ബ്ലർട്ടിംഗ് മെത്തേഡ് ട്രൈ ചെയ്യുക. അതായത് ഒരു ടോപ്പിക് 10 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പുസ്തകം പൂർണ്ണമായിട്ട് മടച്ചു വെക്കുക. എന്നിട്ട് ഒരു റഫ് ബുക്ക് എടുത്ത് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഓർത്തെടുത്ത് വേഗത്തിൽ എഴുതി നോക്കുക. എവിടെയാണോ നിങ്ങൾക്ക് മറവി വരുന്നത് അവിടെ മാത്രം വീണ്ടും പുസ്തകം തുറന്നു നോക്കുക. സയൻസിലെ ഡയഗ്രാംസും മാത്സിലെ പ്രോബ്ലംസും കാണാതെ പഠിക്കാതെ കൈകൊണ്ട് വരച്ചും ചെയ്തു നോക്കിയും മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 3, 1 പേജ് സമ്മറി നോട്ട്സ്. പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പരീക്ഷയുടെ തലേന്ന് അത് റിവൈസ് ചെയ്യുക എന്നത്. പല കുട്ടികളും പരീക്ഷയുടെ തലേന്ന് രാത്രി മുഴുവൻ പുസ്തകം മറിച്ച് പേടിച്ച് സമയം കളയാറുണ്ട്. ഇത് ഒഴിവാക്കാൻ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട 5 അല്ലെങ്കിൽ 6 പോയിന്റുകൾ മാത്രം ഒരു നോട്ടിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക. പരീക്ഷയുടെ തലേന്ന് രാത്രി വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാതെ ഈ ഒരൊറ്റ പേജ് നോട്ട്സ് മാത്രം റിവൈസ് ചെയ്താൽ മതിയാവും. ഇത് എക്സാം ഹാളിൽ വലിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും. സോ ഗൈസ്, ഇനി നമുക്ക് മുന്നിലുള്ളത് കുറഞ്ഞ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയും ഫോൺ ഉപയോഗവും പരമാവധി മാറ്റിവെച്ച് നിങ്ങളുടെ 100% ഇഫേർട്ട് കൊടുക്കൂ. ഒരു കാര്യം ഓർക്കുക, പരീക്ഷ എഴുതി കഴിയുമ്പോൾ കുറച്ചുകൂടെ പഠിക്കാമായിരുന്നു എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ ഇടയാക്കരുത്. ഇന്ന് തന്നെ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള വിഷയം ഏതാണ് എന്ന് താഴെ കമന്റ് ചെയ്യണേ. എല്ലാവർക്കും ഓണം എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.